നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നാളെ രാവിലെ തന്നെ ഗന്ധർവൻ ആരാണെന്ന് ഞാൻ മോക്ക് കാണിച്ചു തരാം. ഈ സമയത്ത് വിളിക്കുന്നേ? ആരും വിളിക്കുന്നല്ലമ്മേ. രാവിലത്തേക്ക് അലാറം വെച്ചപ്പോ സമയം മാറിപ്പോയതാ. മര്യാദക്കൊന്നും ഉറങ്ങാൻ കൂടെ സമ്മതിക്കത്തില്ല. അവിടെ ഒരു അലാറം. എന്തൊരു കഷ്ടമാണ് പറ. ചേച്ചി, എന്താ മോള് ഈ സമയത്ത് വിളിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയില്ല ഞാനിപ്പോ. ഉറക്കം പോലും വരുന്നില്ല. അതാ ഒരാശ്വാസത്തിന് ചേച്ചിയെ വിളിച്ചത്. എന്താ പറ്റി? ഇന്ന് രാവിലെ ഇത്രയും കാലം ഗന്ധർവൻ എന്നിൽ നിന്ന് അകന്നു നിന്നത് എന്റെ നല്ല ഭാവിക്ക് വേണ്ടിയായിരുന്നു. ഞാൻ കൈലാഷ് സാറുമായിട്ട് സംസാരിക്കുന്നത് കണ്ടിട്ടാവും ഗന്ധർവൻ ഇങ്ങനെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ശരി, അതിനിപ്പോ നീ എന്താ ചെയ്യാൻ പോകുന്നേ? ആ ഓട്ടോ ചേട്ടൻ പറഞ്ഞത് പ്രകാരം ഗന്ധർവൻ ജോലിക്ക് അപേക്ഷ കൊടുത്ത ഒരു ഓഫീസിൽ ഞാൻ പോയി അന്വേഷിച്ചിരുന്നു. അവിടെ അപേക്ഷ സമർപ്പിച്ച എല്ലാവരുടെയും ഫോട്ടോ പതിപ്പിച്ച ഫോം ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇതിലെന്തായാലും ഗന്ധർവൻ ഉണ്ടാവും. നീ ആ ഫോട്ടോകളെല്ലാം നോക്കിയോ? അതിനെക്കുറിച്ചാണ് ഞാൻ ഇത്രയും നേരം ചിന്തിച്ചത്. എനിക്ക് അവരുടെ എല്ലാവരുടെയും ഫോട്ടോകൾ നോക്കി അതിലേതാ ഗന്ധർവൻ എന്ന് സങ്കല്പിക്കാൻ മനസ്സ് വരുന്നില്ല. നാളെ ഇതെല്ലാം ആ ഓട്ടോചേട്ടനെ കാണിച്ചാൽ ഇവരിൽ ആരാണ് ഗന്ധർവൻ എന്നറിയാലോ. അപ്പോ അയാളെ മാത്രം എനിക്ക് ഗന്ധർവനായിട്ട് കണ്ടാൽ മതിയല്ലോ. നാളെ ഈ സമയമാകുമ്പോഴേക്കും ഗന്ധർവൻ ആരാണെന്ന് ഞാൻ തിരിച്ചറിയും. അയാളെ തിരിച്ചറിഞ്ഞിട്ട് നീ എന്ത് ചെയ്യാനാ? എന്താ ചേച്ചി ഇങ്ങനെ ചോദിക്കുന്നത്? ഇന്ന് പ്രിയൻചേട്ടനും എന്നോട് ഗന്ധർവൻ എന്നൊരാൾ ഇല്ലെന്നും ഇനി ഉണ്ടെങ്കിൽ തന്നെ അയാൾ എന്നെ ചതിക്കുമെന്നും പറഞ്ഞു. ഗന്ധർവൻ ഒരു ചതിയനല്ലെന്ന് തെളിയിക്കാനുള്ള ഒരേ ഒരു വഴിയായത്. നിനക്ക് ഗന്ധർവനെ കാണാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. പക്ഷേ അയാളെ കണ്ടു കഴിഞ്ഞാല് എന്ത് ചെയ്യണമെന്ന് നിനക്ക് ധാരണയുണ്ടോ? എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. നന്നായി സമയമെടുത്ത് ശാന്തമായി ആലോചിച്ച് തീരുമാനം എടുക്കണം. ദൈവം നിനക്ക് നല്ലതേ വരുത്തൂ. നീ സമാധാനമായിട്ട് ഉറങ്ങിക്കോ. ശരി ചേച്ചി, ഞാൻ നാളെ വിളിക്കാം. ഗന്ധർവ, ഈ 20 പേരിൽ നീ ഉണ്ടെന്ന് എനിക്കറിയാം. ഇനിയും എന്നിൽ നിന്നും മറഞ്ഞു നിൽക്കാൻ നിനക്ക് സാധിക്കില്ല. ഞാൻ നിന്റെ തൊട്ടടുത്ത് തന്നെ എത്തിക്കഴിഞ്ഞു.